കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ SIT ചോദ്യം ചെയ്തു. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് അഡ്മിൻ മനേഷ്, റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അതുൽ എന്നിവരും ചോദ്യം ചെയ്യലിന് ഹാജരായി. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. SIT അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ റിബേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചെയ്തു. അസ്ലം, അറസ്റ്റിലേക്ക് നീങ്ങുമോ ഇന്നത്തെ ചോദ്യം ചെയ്യൽ? ഇന്നത്തെ ചോദ്യം ചെയ്യൽ അറസ്റ്റ് നീങ്ങുമോ എന്ന് അറിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാം റിബേഷിലാണ് എത്തിയിരുന്ന അന്വേഷണം. അവിടെ നിന്ന് അങ്ങോട്ട് ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന ആൾ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ് റിബേഷ് ഷെയർ ചെയ്തെന്ന് മനസ്സിലായി. അങ്ങനെ റിബേഷിനെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് റിബേഷിനെ വീണ്ടും ചോദ്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ റിബേഷിൽ നിന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്പാടിമുക്കൽ സഹാക്കളുടെ അഡ്മിൻ മനേഷിനെയും അതിലും തുറന്ന് മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത ഒരാളെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് ഈ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഫോൺ പരിശോധന കൂടി നടത്തുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് കൂടെ ലഭിച്ചാൽ മാത്രമേ പോലീസിന് പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് ഇതുവരെയും ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത ആൾക്കാരെ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആരാണിത് ഉണ്ടാക്കിയത്, അതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് കണ്ടെത്തുമ്പോൾ മാത്രമേ ഈ കേസിന്റെ കൃത്യമായ ഇതിലേക്ക് എത്താൻ കഴിയൂ. എന്നാൽ മാത്രമേ അവിടെ നിന്ന് മാത്രമേ പ്രതി ചേർത്തുകൊണ്ട് മറ്റുള്ളവരെ കൂട്ടുപ്രതികളാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉറവിടം കണ്ടെത്താനാണ് വീണ്ടും ഇവരിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും 3 DFI നേതാക്കൾ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വടകര ക്രൈംബ്രാഞ്ച് ഓഫീസ്. ഇതിനിടയ്ക്കുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് വടകര DFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു റിബേഷ് രാമകൃഷ്ണൻ. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച സമ്മേളനത്തിൽ വെച്ച് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി തുടരും, അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് കേസ് വളരെ സജീവമായി പോവുകയും ഒരുപക്ഷെ പ്രതി ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം റിബേഷെ ഭാരവാഹിത്വം ഒഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റിബേഷും മനേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ശരി അസ്ലം.